ഇവള് നിന്റെ അടുത്തേക്ക് എപ്പോഴാടി വന്നത്? അച്ഛമ്മക്ക് ഈ ചേച്ചി അറിയോ? എങ്ങനെ അറിയാതിരിക്കാൻ അടി മരം വണ്ടി. അതാരാന്ന് നീ കരുതിയേ? വൈദേഹി അടി. അവരെങ്ങനെ വൈദേഹിയാവാൻ അച്ഛമ്മ? അത് തന്നെ ആടി വൈദേഹി. ആക്സിഡന്റ് മുഖം ചതഞ്ഞറിഞ്ഞപ്പോ ഇങ്ങനെ ഒരു രൂപം ആക്കിയതാ. ആണോ അച്ഛമ്മ? അതെ പെണ്ണേ. അവളിപ്പോ എവിടെയാ ഉള്ളത്? ഇവിടെ തന്നെയുണ്ട്. എന്നാലേ ഞാനൊരു കാര്യം പറയാം. അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ നോക്ക്. ഞാൻ നിന്നെ പിന്നെ അങ്ങോട്ട് വിളിക്കാം. അച്ഛമ്മേ, അച്ഛമ്മ എന്താ പറ്റി? പറയാൻ കിടന്ന് പടയ്ക്കാതെ ഫോൺ വയ്ക്കും. അച്ഛമ്മേ, ഹലോ ചന്ദ്രികേ, ഇത് ഞാനാ. മന്ദരയുടെ ശബ്ദം പോലും നീ മറന്നോ? പറയുവല്ലമ്മേ. വൈദേഹി എവിടെയാന്ന് നിനക്കൊരറിവും ഇല്ലല്ലോ. അവളിപ്പോ എവിടെയാണെന്ന് എനിക്കറിയാം. അറിയാമെന്നോ? നീയും മോളെ വായിരിക്കെ. അമ്പലത്തിൽ വെച്ചെന്നെ രക്ഷിച്ചതിന് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇനി അവിടെ നിന്ന് ആപത്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നെ.
ഞാൻ അമ്മയെ അന്വേഷിച്ച് എവിടെയെല്ലാം നടന്നെന്നറിയോ? എന്നിട്ടും കാണാതായപ്പോ അമ്മയെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലുമില്ല. അമ്മയില്ലാത്തോണ്ട് ആരൊക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയോ? എത്ര കുത്തുവാക്കുകൾ കേട്ടു. ഇടയ്ക്കൊക്കെ കണ്ടു മറിഞ്ഞു പോയിട്ടും എന്റെ അമ്മയെ ഇതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒടുവിൽ ഇന്നാണ് സത്യം മനസ്സിലാക്കിയത്. നീ എന്തൊക്കെയാ പറയുന്നത്? അമ്മേ, ഞാനമ്മേ, അമ്മ പ്രസവിച്ച അമ്മയുടെ മോള് വൈദേഹി. എന്റെ മോള് വൈദേഹിയല്ലേ ആ ഫോട്ടോയിലുണ്ടായിരുന്നേ? അപ്പൊ ഇവള് പറയുന്നത് എന്റെ മോളുടെ രൂപമല്ലല്ലോ ഇത്. എന്തായാലും ഇവൾ എന്റെ മകളല്ല. നീ വൈദേഹിയാണെന്നോ? അതെ അമ്മ, ഞാൻ തന്നെയാ അമ്മ പ്രസവിച്ച അമ്മയുടെ മോള്. അമ്മ എന്തിനാ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ? ചന്ദ്രിക, ആ ചന്ദ്രിക എന്തിനു വേണ്ടി അമ്മ പിടിച്ചു വെച്ചത്? അമ്മയെ കാണാൻ വേണ്ടി ഞാനിന്ന് ചന്ദ്രികയുടെ അടുത്ത് പോയിരുന്നു. അപ്പൊ അവര് അമ്മ രക്ഷപ്പെട്ടെന്ന് എന്നോട് പറഞ്ഞത്. വേറൊരു കാര്യം കൂടെ പറയട്ടെ. ചന്ദ്രിക ആന്റിയുടെ മോളെയും കൂട്ടി എന്തൊക്കെയോ പദ്ധതികൾ ഇടുന്നുണ്ട്. നാളെ മാളവികയെ പോലെ ആന്റിയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തും. ഒരിക്കലും വിശ്വസിക്കരുത്. ആന്റിയുടെ അടുത്ത് വന്ന് ആരാന്റി അമ്മയെന്ന് വിളിച്ചാലും ആന്റി വിശ്വസിക്കുന്ന അവർക്കറിയാം. ഈ ഒരു കാര്യത്തിൽ അല്പം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ ഇവള് ചന്ദ്രികയുടെ മോളായിരിക്കോ? ആയിരിക്കും. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടതും അവൾ അവളുടെ മോളെ എന്റെ മോളാണെന്ന് പറഞ്ഞ് അയച്ചിരിക്കുക. അപ്പോ ഇതായിരുന്നു മാധുരി പറഞ്ഞ പുതിയ നാടകം. എന്നിട്ടും അമ്മയെ എപ്പോ എവിടെ വെച്ച് കണ്ടാലും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അത് അമ്മയും മോളും തമ്മിലുള്ള രക്തബന്ധമാണ്. ഇപ്പോഴമ്മയെ മനസ്സിലായത്. അതിരിക്കട്ടെ, അച്ഛൻ എവിടെയാ അമ്മേ? നിന്റെ അച്ഛൻ എവിടെയാണെന്ന്? അതെ അമ്മേ, അമ്മയെ ചന്ദ്രിക പിടിച്ചോണ്ട് പോയപ്പോ അച്ഛൻ എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് സത്യമായിട്ട് നിനക്കറിയില്ലേ? അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ അച്ഛനെയും കൂട്ടി അമ്മയെ തേടി വരില്ലായിരുന്നോ? ഇങ്ങനെ തനിച്ചലഞ്ഞു നടക്കുമായിരുന്നോ? പാവം, അച്ഛനെയും അമ്മയും കാണാതെ നീ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? അയ്യോടാ, കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റമ്മേ? എന്താ അമ്മേ? എന്താ ഈ ചെയ്യുന്നേ? അമ്മ എന്താ ഈ ചെയ്യുന്നേ? എന്തിനാ എന്റെ കൈ കെട്ടിയിടുന്നേ? അമ്മ പ്ലീസ് അമ്മേ, എന്റെ കൈ വിടമ്മേ. അമ്മേ, അമ്മേ, എന്തിനാ എന്നെ കെട്ടിയിടുന്നത് അമ്മേ? അമ്മ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്തിനാ എന്നെ കെട്ടിയിടുന്നേ? എന്റെ അമ്മയെ കാണിക്കുന്നത് എന്നെ വിട് അമ്മേ. കൈന്ന് വിടമ്മേ. അമ്മ എന്താ ഈ കാണിക്കുന്നത്? എന്ത് നാടകോടി ഇത്?
ആരാടി നിന്റെ അമ്മ? അമ്മ അമ്മ എന്തിനാ എന്നെ സംശയിക്കുന്നത്? സത്യമായിട്ടും അമ്മ, ഞാൻ അമ്മയുടെ സ്വന്തം മോള. മിണ്ടി പോരുത്. നിന്റെ അഭിനയം ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ? നീ ആ ദുഷ്ട ചന്ദ്രികയുടെ മകളല്ലേ? എന്റെ മോളായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു നിന്നെ ആ ചന്ദ്രിക തന്നെയല്ലേ ഇവിടേക്ക് പറഞ്ഞയച്ചത്? ഇനി എത്ര കാലം അമ്മയും മോളും എന്റെ ജീവിതം വെച്ച് കളിക്കുക? എന്നാ ഇനി രണ്ടെണ്ണത്തിന് ഞാൻ അനുഭവിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. എടാ, ഒന്ന് പെട്ടെന്ന് വിട്ടു പോന്നുണ്ടോ? ഓരോ നിമിഷവും നരകയാതന അനുഭവിച്ചുകൊണ്ട് വേണം അവൾ പെടഞ്ഞില്ലാതാവാൻ. ഡാടാ, എന്റെ മോളെ വിട്ടേച്ചു പോടാ. എത്ര നേരമായടാ, ഒന്ന് പെട്ടെന്ന് പോകുന്നുണ്ടോ? രണ്ടുപേരും ഞാനൊന്നും അറിഞ്ഞില്ലെന്നാ കരുതിയല്ലേ? അമ്മയും മോളും പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങൂന്ന് കരുതിയല്ലേ? എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ നിന്റെ അമ്മയുടെ അടുത്തുനിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ഞാനാണ് മോളെന്ന് അറിഞ്ഞതും എന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഒരു ഉമ്മയെങ്കിലും തരുമെന്ന് കരുതിയമ്മേ. പക്ഷെ ഇതും കൊള്ളാം. എന്നെ അമ്മ വളർത്തിയിരുന്നെങ്കിൽ ചെറുപ്പത്തിലും വികൃതി കാണിക്കുമ്പോ എന്നെ ഇങ്ങനെ കെട്ടിയിടുമായിരുന്നു അമ്മേ. എന്നിട്ട് ഇതുപോലെ വഴക്ക് പറയായിരിക്കും അല്ലേ? ഇപ്പൊ ആ കുറവ് തീർന്നു കിട്ടി. എന്താടി നീ ഇങ്ങനെ നോക്കുന്നേ? നിന്നെ കൈയോട് പിടികൂടുന്ന് കരുതിയില്ലല്ലേ? ചന്ദ്രിക നിന്നെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് എന്നെ എന്റെ വലിയേട്ടന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയല്ലേ? നടക്കില്ലത്. ഇങ്ങനൊരു പ്രതികരണം നീ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലേ? അമ്മയ്ക്ക് ചന്ദ്രികയോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് മാളവികയല്ലേ കെട്ടിയിടേണ്ടത്? പക്ഷേ ഇതെന്താ അമ്മ ഞാൻ അവരുടെ മോളാന്ന് സംശയിക്കുന്നേ? ദേ നോക്കി, എന്റെ വലിയേട്ടനും ഏട്ടത്തിയമ്മയും ചന്ദ്രികയുടെ പിടിയില്ല. നിന്റെ അമ്മയോട് അവരെ വിടാൻ പറ. അപ്പൊ ഞാനും നിന്നെ വിട്ടേക്കാം. വലിയേട്ടനും ഏട്ടത്തിയമ്മയെന്ന് പറഞ്ഞാ എന്റെ അമ്മായി അമ്മാവനും അവരെവിടെയാണമ്മേ? അവർക്ക് എന്താ പറ്റിയത്? എടി, ആരെ അമ്മാവനും അമ്മായി? അവരെന്റെ വലിയേട്ടനും ഏട്ടത്തിയാ. അവരുടെ മരുമോളാവാനായിരിക്കും ഈ വേഷം കെട്ടൊക്കെ. അത് വെറും പകൽക്കിനാവാ.
നിന്റെ അമ്മയുടെ നമ്പർ പറയേ, വിളിക്കട്ടെ അവളെ. അല്ലെങ്കിൽ വേണ്ട, നിന്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചേക്കാം. ലോക്ക് മാറ്റടി, അല്ലെങ്കിൽ പാസ്വേഡ് എന്താണെന്ന് പറയേ. ശ്രേയേ, ശ്രേയേ, നിന്റെ ചേച്ചി വൈദേഹി എവിടെ? ഇതുവരെ വന്നില്ല ആന്റി. ഏയ്, സത്യം പറയണം. സത്യമായിട്ടും വന്നിട്ടില്ല. ഏയ്, മാറങ്ങോട്ട്. മാഡം, അകത്തൊന്നും ആരും കാണാനില്ല. ഡേയ്, വൈദേഹി എവിടെയെന്ന് പറയടി. ഇവരുടെ വർത്താനം കേട്ടിട്ട് എന്തോ പന്തിയോട് തോന്നുന്നുണ്ടല്ലോ. കുറച്ചു മുൻപ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോയെന്നോ? ഇനി എപ്പോഴാ വരിക? വരും തോന്നുന്നില്ല. അടുത്തൊന്നും വരില്ല എന്ന് പറഞ്ഞാ പോയെ. അവൾ ഈ പരിസരത്തെങ്ങാനും വന്നാ നിന്റെ അച്ഛമ്മയെ വിളിച്ച് വിവരം അറിയിക്കണം. ആ മിസ്സായി പോയല്ലോ. ഡാ വാടാ. നിന്റെ അമ്മ നിന്നെ തപ്പി വന്നതെന്നാ കരുതി. പക്ഷെ എന്റെ മോള് വൈദേഹി തപ്പി വന്നതാണല്ലേ. ചന്ദ്രിക ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയാ അറിഞ്ഞത്? പക്ഷെ അമ്മ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ശ്രേയയുടെ അടുത്ത് പോയേനെ. ചന്ദ്രിക എന്നെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തേനെ. ഒരു തരത്തിൽ അമ്മ ഇപ്പൊ എന്നെ രക്ഷിച്ചിരിക്കാം. അറിയാതെയാണെങ്കിലും മോളുടെ ജീവൻ അമ്മ രക്ഷിച്ചത്. അവള് വൈദേഹി തെരഞ്ഞു വന്ന എന്തിനാ? അപ്പൊ വൈദേഹി അല്ലാതെ ബാക്കിയുള്ളവരെല്ലാവരും ചന്ദ്രികയുടെ അടുത്താണല്ലേ. അമ്മയ്ക്ക് വൈദേഹി മോളാന്നറിയാം. പക്ഷെ ഞാനാണ് വൈദേഹി എന്നറിയില്ലാലേ. ഇനി എന്റെ പഴയ രൂപമാണോ അമ്മയുടെ മനസ്സിലുള്ളത്? പഴയ രൂപത്തിൽ അമ്മ എന്നെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ ചന്ദ്രികയുടെ മോളാന്ന് പറയുന്നത് എന്തിനാ? നീ ആദ്യം നിന്റെ അമ്മയുടെ നമ്പർ പറ. ചന്ദ്രിക, ഇത് തന്നെയല്ലേ? അതെന്തായാലും നന്നായി. പേര് സേവ് ചെയ്യുമ്പോ പോലും അമ്മയെന്ന് വിശേഷിപ്പിക്കാൻ മനസ്സ് വന്നില്ലല്ലോ. ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. എന്തിനാടാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് വരുണേ? ജീവിതത്തിൽ ഒരു നല്ല കാര്യവും അനുഭവിക്കാൻ യോഗമില്ലാത്തവൻ. അമ്മായിയുടെ തലയ്ക്കെന്ന് അടിച്ചപ്പോ വെറുതെ ഒരു കൊട്ടുകൊടുക്കാതെ ആഞ്ഞൊന്ന് അടിച്ചുകൂടായിരുന്നു. അവര് മരിച്ചോ എന്ന് പോലും ഉറപ്പിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ. കുറച്ചു നേരം പൾസ് കാണാതിരുന്നപ്പോ അവര് മരിച്ചു എന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചു. ഇപ്പൊ കത്തി എന്റെ ചങ്കിന് നേരെയാ. ഞാൻ എന്തൊരു വിഡ്ഢിയാ.